എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നാളെ പരലോകത്തു വരും. ഒറ്റക്കൊറ്റക്ക് നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ കടന്നുവരുന്ന ഭീകരമായ ദിവസമുണ്ട്. ഇവിടെ എന്ത് തോന്നിവാസം ചെയ്താലും ന്യായീകരിക്കാൻ ആളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളുകളുണ്ടായിരിക്കും. പക്ഷെ നാളെ പരലോകത്ത് പടച്ചിറപ്പിന്റെ മുന്നിലെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, ഐനൽ മുത്തകബ്ബിറൂൻ, അഹങ്കരിച്ചവരെവിടെ? ഇവിടെ പടച്ചോൻ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോഴും ദുനിയാവ് തേടി യാത്ര തിരിച്ചവനാണ്. പക്ഷെ നാളെ പരലോകത്ത് പേടിച്ചു കണ്ണുകൾ താഴ്ത്തിയവനായിരിക്കും. നിന്യത കാരണത്താൽ പേടിച്ചവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. ദുനിയാവിന് നെഞ്ചു വിരിച്ച് നടന്നവനാണ്. ഒരാളോട് തോറ്റുകൊടുക്കാൻ കഴിയില്ല, ഒരാളോട് തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ലാത്തവനാണ്. പക്ഷെ സഹോദരന്മാരെ, നാളെ പരലോകത്തിന്റെ അവസ്ഥ അവിടെ നാവുകൊണ്ട് വാദിച്ച് ജയിക്കലില്ല. ഇവിടെ നമ്മളൊരു തോന്നിവാസം ചെയ്ത്, എത്ര വലിയ തോന്നിവാസം ചെയ്ത് പിടിക്കപ്പെട്ടാലും നാവിന് എല്ലില്ലാത്തോണ്ട് നല്ല സൗകര്യമാണ്, നമ്മൾ പറയും ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ നാളെ പരലോകത്ത് അവരുടെ കൈകൾ സംസാരിക്കും. വതുകല്ലിമുനായിദീഹിം, കൈകൾ സംസാരിക്കും. പടച്ചോനെ, ഇന്ന ദിവസം ഇന്ന സമയം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കൈകൾ സംസാരിക്കും. കാലുകൾ അതിന് സാക്ഷി പറയും. ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസമാണ്. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. ആ ഒരു രംഗം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. ഭൂമി സംസാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയ ബെഡ്റൂമും നമ്മുടെ ബാത്റൂമും നമ്മൾ പഠിച്ച കോളേജും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയോരങ്ങളും നമ്മുടെ കച്ചവട സ്ഥലങ്ങളും സംസാരിക്കാൻ തുടങ്ങും. എവിടെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുക? ആരുടെ മുന്നിലെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുക? ഭൂമി സംസാരിക്കും. പടച്ചോനെ, ഇന്ന സമയം ഇന്ന ദിവസം ഇന്ന സെക്കൻഡ് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി അതിന്റെ സംസാരം നിർവഹിക്കുന്ന ഭീകരമായ ദിവസമായിരിക്കും. എത്ര ഭീകരമായിരിക്കും സഹോദരന്മാരെ ആ ദിവസത്തിന്റെ രംഗം. 20 വർഷം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പണ്ട് നാളെ പരലോകത്ത്. രാത്രി ആരും കാണാത്ത സമയം